ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. മണി ഫ്ലോ കൂട്ടാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ മണി മാനിഫെസ്റ്റേഷൻ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾക്കിടയിൽ തന്നെ ഒരുപാട് മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരുപാട് ആളുകൾ അവരുടെ ലൈഫിൽ പണത്തെ ആകർഷിക്കാറുണ്ട്. വെൽത്ത് ആൻഡ് അബണ്ടൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകൾ, ഒരുപാട് സമ്പന്നർ നമ്മൾക്കിടയിലുണ്ടറിയാം അല്ലേ? എന്നാൽ അതേസമയം എന്തൊക്കെ ചെയ്തിട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ടും ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പോലും വർക്കാവാതെ വിഷമിച്ച് ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാര്യം അത് നിങ്ങൾ ഒരു 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഉറപ്പായും ലൈഫിൽ ഒരു മണി ഫ്ലോ ഉണ്ടാകും. അരിഗാത്തോ മണി. അരിഗാത്തോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് വേർഡാണ്. ജാപ്പനീസിൽ അരിഗാത്തോ എന്നാൽ നന്ദി എന്നാണ് അർത്ഥം. ഇതൊരു സിമ്പിൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. ബട്ട് മണി ഫ്ലോ ബ്യൂട്ടിഫുള്ളി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അരിഗാത്തോ മണി. ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്താൽ പലപ്പോഴും അവിടെ 2 തരം ഫ്രീക്വൻസി എപ്പോഴും കാണിക്കാറുണ്ട്. ഒന്ന് പണം കിട്ടുമ്പോൾ, 2 പണം കൊടുക്കുമ്പോൾ. പണം കിട്ടുമ്പോൾ നോർമലി നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും അല്ലേ? എന്നാൽ പണം കൊടുക്കുമ്പോൾ പലതരം ഫീലിങ്സുകളായിരിക്കും. സന്തോഷത്തോടെ കൊടുക്കുന്ന അവസരങ്ങളുണ്ട്, എന്നാൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾക്ക് വിഷമം, ദേഷ്യം അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പണം ചെലവായി പോയല്ലോ എന്നുള്ളൊരു ആകുലത ഉണ്ടാകാറുണ്ടല്ലേ? അപ്പോൾ ഈ ഒരു കാര്യമാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷനെ ട്രിക്കിയാക്കുന്നത്. പണം നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ താങ്ക് യു മണി ഫോർ കമ്മിങ് ടു മീ, എന്നിലേക്ക് എത്തിച്ചേർന്നതിന് പണത്തിനു നന്ദി എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പണം ചെലവാക്കുമ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലോട് കൂടി ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഷോപ്പിംഗ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ബില്ലുകൾ പേ ചെയ്യാൻ ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ പണം കൊടുത്ത് സഹായിക്കുന്ന അവസരങ്ങളുണ്ടാകും അല്ലേ? ഈ അവസരങ്ങളിലൊക്കെ നമ്മളുടെ കയ്യിൽ പണം ഉള്ളത് കൊണ്ടാണ് നമുക്കത് ചെലവാക്കാൻ പറ്റിയത് എന്ന ഒരു ഫീലാണ് വേണ്ടത്. ആ ഒരു സമയത്ത് താങ്ക് യു മണി ഫോർ സെർവിങ് മീ ആൻഡ് ഗോയിങ് വിത്ത് ബ്ലെസ്സിങ് എന്ന ഒരു ഫീൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലേ? നീ എന്നിൽ നിന്നും പോയിക്കോളൂ, എന്നാൽ നീ വളരെയധികം സന്തോഷത്തോടു കൂടി സമൃദ്ധിയോടുകൂടി എന്നിലേക്ക് തന്നെ എത്തിച്ചേർന്നോളൂ എന്ന ഒരു വിഷോടുകൂടി, എന്നൊരു ബ്ലെസ്സിങ്ങോടുകൂടി നമ്മൾ ചെലവാക്കാൻ, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൂടി നമ്മൾ മണി ചെലവാക്കി തുടങ്ങാം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ മണി ഫ്രീക്വൻസിയും നമ്മളുടെ എനർജിയും കൂടെ കണക്ട് ചെയ്യുകയാണ്. പണം ഒരു എനർജിയാണ്. അതൊരു വാട്ടറൊക്കെ പോലെ തന്നെ അത് ഫ്ലോ ചെയ്യണം. അതേസമയം നമ്മൾ പേടിയും കുറ്റബോധവും വിഷമവും ദേഷ്യവും കൊണ്ടൊക്കെ അതിനെ ഹോൾഡ് ചെയ്യുമ്പോൾ അവിടെ മണി ഫ്ലോ ബ്ലോക്ക് ആവുകയാണ്. സെയിം ടൈം നമ്മളത് ഗ്രാറ്റിറ്റ്യൂഡോടെ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ഫീലോടൊക്കെ ചിലവാക്കുകയാണെങ്കിൽ അത് ഡബിളായി നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും. എന്തെന്നാൽ ഇപ്പം നിങ്ങളൊരാൾക്ക് പണം കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിറഞ്ഞ മനസ്സോടെ അയാളെ ഒന്ന് ബ്ലെസ് ചെയ്തൊന്ന് കൊടുത്തു നോക്കൂ. ഈ പണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന മനസ്സോടുകൂടി കൊടുക്കുക. ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക. ഏതൊരു മണി മൊമെന്റ് വരുമ്പോഴും അരിഗാത്തോ മണി, ഗോ വിത്ത് ലവ് ആൻഡ് കം ബാക്ക് വിത്ത് അബണ്ടൻസ്, ഈ പോസിറ്റീവ് വേർഡ്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് അരിഗാത്തോ മണി, സന്തോഷത്തോടെ പോയി സമൃദ്ധിയുമായി തിരിച്ചെത്തു, ഇങ്ങനെയും പറയാം. ഇങ്ങനെ ഒരു മന്ത്രം പോലെ നിങ്ങൾ മനസ്സിൽ തട്ടി പറയുക. നിങ്ങളിലേക്ക് പണം വരുന്ന അവസരങ്ങളിലാണെങ്കിലും, നിങ്ങൾ എപ്പോഴൊക്കെ പണം ചെലവാക്കുന്ന അവസരങ്ങളിലാണെങ്കിലും, പണവുമായി എന്ത് ക്രയവിക്രയം നടത്തുന്ന അവസരത്തിലും നിങ്ങൾക്ക് ഈ ഒരു വേർഡ്സ് പറയാവുന്നതാണ്. ഇതൊരു 7 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അരിഗാത്തോ മണി എന്നൊരു വേർഡ് നിങ്ങൾ എപ്പോൾ പണവുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴും നിങ്ങൾ പറയും.
ഇത് നിങ്ങളുടെ ഫ്രീക്വൻസി വളരെ വലിയ രീതിയിൽ ഉയർത്തുകയും എല്ലാ മണി ബ്ലോക്കേജസും മാറ്റിത്തരുകയും ചെയ്യും. ഇത് നല്ലൊരു രീതിയിൽ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ഉപകാരപ്പെടുകയും ചെയ്യും. നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ എന്ത് തന്നെ പ്രയോഗിച്ചാലും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ നല്ല രീതിയിൽ അത് വർക്കായി വരികയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു പോസിറ്റീവ് കണ്ടൻറ്റുമായിട്ട് എത്തുന്നവരേക്കും എല്ലാവരും സ്റ്റേ പോസിറ്റീവ്. ബൈ ബൈ.